കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡയമെൻഷണൽ അനാലിസിസിൻ്റെ 2 ആപ്ലിക്കേഷൻസ് ആയിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിൽ മെഷർമെൻറ്റ് ഓഫ് ലെങ്ത്ത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയ ഒരു കാര്യം ഡയമെൻഷണൽ അനാലിസിന് അല്ലെങ്കിൽ ഡയമെൻഷൻസിനെ കുറിച്ച് പറയാനുണ്ട്. മറ്റൊന്നുമല്ല, സംഭവം ഇങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ടെങ്കിലും ഡയമെൻഷണൽ അനാലിസിസിന് ചില പോരായ്മകളുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് സൂചിപ്പിക്കുകയുണ്ടായി, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കായ മെഷർമെൻറ്റ് ഓഫ് ലെങ്ത്ത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എഴുതി വെക്കുക, ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. അതിൽ ഒന്നാണ്, ഡയമെൻഷണൽ അനാലിസിസ് ഡസ് നോട്ട് ഗിവ് എനി ഇൻഫർമേഷൻ അബൌട്ട് ഡയമെൻഷൻലെസ് കോൺസ്റ്റൻസ്. പല കുട്ടികളും ഹോംവർക്ക് ചെയ്തതിന് ശേഷം ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു ടു ഡിറൈവ് ഇക്വേഷൻസ് ബൈ യൂസിങ് ഡയമെൻഷണൽ അനാലിസിസ്. അപ്പോൾ പല കുട്ടികളും ചോദിക്കേണ്ടായി, ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം T = 2π√L/Gയിൽ K 2π ആണല്ലോ, അതേപോലെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഉണ്ടാകുമ്പോൾ K 1/2 ആയത് എങ്ങനെയാണ്, അതേപോലെ പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഇക്വേഷൻ ഉണ്ടാക്കിയപ്പോൾ KmgHൽ നമുക്ക് K 1 ആക്കിയിട്ട് mgh എന്ന് കിട്ടുന്നു, ആ K എങ്ങനെ 1 കിട്ടി? ഇങ്ങനെ അവരോടൊക്കെ ഞാൻ അവരോട് സൂചിപ്പിക്കുകയുണ്ടായി ഡയമെൻഷണൽ അനാലിസിൻ്റെ ഒരു പോരായ്മയാണെന്ന്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളിപ്പം എഴുതി വെച്ചതും. ഡയമെൻഷൻലെസ് കോൺസ്റ്റൻസിനെ കുറിച്ച് ഒന്നും പറയാൻ ഡയമെൻഷണൽ അനാലിസിന് കഴിയില്ല. രണ്ടാമത്തെ ലിമിറ്റേഷൻ എഴുതി വെച്ചോളൂ, ഡയമെൻഷണൽ അനാലിസിസ് ഫെയിൽസ് വെൻ ഇക്വേഷൻ കണ്ടെയ്ൻസ് സം ഓഫ് സർട്ടൈൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം S = ut + ½ at² എന്നത് അല്ലേ. ഇപ്പോൾ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി അതുപോലെ ആക്സലറേഷനും ടൈമൊക്കെ അറിഞ്ഞാൽ ചില കുട്ടികൾക്കെങ്കിലും തോന്നുന്നുണ്ടാവും ഇത് നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചിട്ട് ഈ ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. എന്നാൽ ഒരു സംശയവുമില്ല, നമുക്ക് സമ്മായിട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സമ്മോ അല്ലെങ്കിൽ സബ്ട്രാക്ഷനോ ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇക്വേഷൻസ് വരികയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അവിടെ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കാൻ കഴിയില്ല. മൂന്നാമത്തെ ലിമിറ്റേഷൻ എഴുതി വെച്ചോളൂ, ഡയമെൻഷൻ അനാലിസിസ് ഫെയിൽ ഇഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ ആവട്ടെ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്കതിൻ്റെ സ്റ്റെപ്സ് കാണിച്ചു തന്നപ്പോഴാവട്ടെ, നമ്മളവിടെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡലത്തിൽ നമ്മൾ മാസ് അതുപോലെ ലെങ്ത്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എടുത്തു 3 എണ്ണം അല്ലേ, 3 ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് തന്നത്. അതേപോലെ നമ്മുടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഡിറൈവ് ചെയ്തപ്പോൾ നമ്മൾ മാസ് അതുപോലെ റേഡിയസ് അതുപോലെ വെലോസിറ്റിയാണ് എടുത്തത്. കൈനറ്റിക് എനർജിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ മാസും വെലോസിറ്റിയും മാത്രമാണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കുള്ള ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ ഡയമെൻഷണൽ അനാലിസിസ് ഫെയിൽ ആവുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് മൂന്നാമത്തെ നമ്മളുടെ ആ ലിമിറ്റേഷൻ എന്താണ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി 3-ലധികം ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഡയമെൻഷണൽ അനാലിസിസ് അവിടെ ഫെയിലാകും. അവസാനത്തെ ലിമിറ്റേഷൻ എഴുതി വെച്ചോളൂ, ഡയമെൻഷണൽ അനാലിസിസ് ഫെയിൽസ് ടു ഡിറൈവ് എ റിലേഷൻഷിപ്പ് വിച്ച് ഇൻവോൾവ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, അതേപോലെ ലോഗരിതംസ്, എക്സ്പോണൻഷ്യൽ എക്സെട്ര. എന്ന് വെച്ചാൽ നമ്മളുടെ ഇക്വേഷനിൽ ചിലപ്പോൾ കോസ് തീറ്റയോ സൈൻ തീറ്റയോ ഇങ്ങനെയുള്ള ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, അതേപോലെ നിങ്ങൾക്കറിയാം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ലോഗരിതം അല്ലേ, ലോഗ്, അതേപോലെ എക്സ്പോണൻഷ്യൽ e⁻x എന്നതാണ്, ഇതാണ് എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ, ഇത് ലോഗരിതമിക് ഫങ്ഷൻ. ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഫങ്ഷൻസ് നിങ്ങളുടെ ഇക്വേഷനിൽ വന്നാൽ പിന്നെ നിങ്ങൾക്ക് ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചിട്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു 3-4 ലിമിറ്റേഷൻസ് പഠിച്ചു വെക്കുക, എക്സാമിന് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇനി നമുക്ക് എഴുതി വെക്കാം, സൈഡ് ഹെഡിങ് മെഷർമെൻറ്റ് ഓഫ് ലെങ്ത്ത്. ലെങ്ത്ത് നമുക്ക് 2 തരത്തിൽ മെഷർ ചെയ്യാം. ഡയറക്റ്റ് മെത്തേഡാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഡയറക്റ്റായിട്ട് നമ്മൾ ലെങ്ത്ത് മെഷർ ചെയ്യുന്നത് നിങ്ങൾ ചെറിയ ക്ലാസ്സിലേ ചെയ്യുന്നതാണ്. മീറ്റർ സ്കെയിലാണ് നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് 15 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സ്കെയിൽ ഉണ്ടാവും, അത് വെച്ച് നമുക്ക് ഡയറക്റ്റായിട്ട് ലെങ്ത്ത് അളക്കാം. അപ്പോൾ ഈ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് മെഷറിങ് ബൈ യൂസിങ് മീറ്റർ സ്കെയിൽ.
മീറ്റർ സ്കെയിൽ നിങ്ങൾ കാണുന്നത് പോലെ നോക്കൂ, ഇവിടെ നമുക്ക് ഇത് ഉപയോഗിച്ച് മീറ്റർ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് എത്രയാണ്? ഒന്ന് ഗസ് ചെയ്ത് പറയാമോ? നമുക്കറിയാം അത് 1 മില്ലിമീറ്ററാണ്. അപ്പോൾ 1 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് മീറ്റർ സ്കെയിലിൻ്റെ ആക്യുറസി എന്താണ് ആക്യുറസി എന്ന് നമ്മൾ പറയാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ ഓർത്ത് വെക്കുക, മീറ്റർ സ്കെയിലിൻ്റെ ആക്യുറസി 10⁻³ മീറ്ററാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? 1 മില്ലിമീറ്റർ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് 1 മില്ലിമീറ്ററാണ്. അത് മീറ്ററിൽ ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ മീറ്റർ സ്കെയിലിൻ്റെ ആക്യുറസി 10⁻³ മീറ്ററാണ്. ഡയറക്റ്റായിട്ട് ലെങ്ത്ത് മെഷർ ചെയ്യാനുള്ള മറ്റൊരു എക്യുപ്മെൻ്റാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മീറ്റർ സ്കെയിലിന് 10⁻³ മീറ്റർ, അതായത് 1 മില്ലിമീറ്ററിനേക്കാളും ചെറിയ ലെങ്ത്ത് അളക്കാൻ പറ്റില്ല. എന്നാൽ അവിടെ നമ്മളെ കുറച്ചും കൂടി ചെറിയ ലെങ്ത്ത് അളക്കാൻ നമ്മളെ സഹായിക്കും വെർനിയർ കാലിപ്പേഴ്സ്. നമുക്കിത് പ്രാക്ടിക്കൽസിന് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഡീപ്പായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അപ്പോൾ വെർനിയർ കാലിപ്പേഴ്സ് അതിൻ്റെ ആക്യുറസി നമുക്ക് പറയാം, ഇറ്റ് ഈസ് അബൌട്ട് 10⁻⁻⁴ മീറ്ററാണ്. അപ്പോൾ വെർനിയർ കാലിപ്പേഴ്സിൻ്റെ ആക്യുറസി എത്രയാണ്? 10⁻⁻⁴ മീറ്ററാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മീറ്റർ സ്കെയിലിനേക്കാളും കുറച്ചും കൂടി ആക്യുറസി കൂടുതൽ ആർക്കാണ്? വെർനിയർ കാലിപ്പേഴ്സിനാണ്. കുറച്ചും കൂടി ചെറിയ ഡിസ്റ്റൻസ് നമുക്ക് അളക്കണമെങ്കിലോ അതിന് നമ്മളെ സഹായിക്കും സ്ക്രൂ ഗോജ്. എൻ്റെ കയ്യിലുള്ളത് സ്ക്രൂ ഗോജ് ആണ്. ഇത് നോക്കൂ, നിങ്ങൾ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും, ആദ്യമായിട്ട് കാണുന്നവർ ശ്രദ്ധിക്കുക. ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് സ്ക്രൂ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഒരു സ്ക്രൂ ഗേജ് വർക്ക് ചെയ്യുക. ഇതും നിങ്ങൾക്ക് പ്രാക്ടിക്കൽസിന് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഡീപ്പായിട്ട് ഞാൻ ഇതിനകത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ക്രൂ ഗേജിൻ്റെ ആക്യുറസി ഇറ്റ് ഈസ് അബൌട്ട് 10⁻⁻⁵ മീറ്ററാണ്. ഇതേ ആക്യുറസി ഉള്ള മറ്റൊരു എക്യുപ്മെൻ്റ് കൂടി ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അത് സ്ഫെറോമീറ്ററാണ്. കാണുന്നുണ്ടോ? സ്ഫെറോമീറ്റർ. ഇതും സ്ക്രൂ പ്രിൻസിപ്പിൾ വെച്ചിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഈ വർഷം നിങ്ങളത് ഇവനെ കാണില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെയും ആവശ്യമുള്ളവർക്ക് എഴുതി വെക്കാം. സ്ഫെറോമീറ്ററിൻ്റെ ആക്യുറസിയും 10⁻⁻⁵ മീറ്റർ തന്നെയാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ ലെങ്ത്ത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഇൻഡയറക്റ്റ് ആയിട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും ദൂരമൊക്കെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട്, ഭൂമിയിൽ നിന്നുകൊണ്ട് മെഷർ ചെയ്യാം. എക്സാമ്പിളാണ് സ്റ്റാർസിലേക്കുള്ള ഡിസ്റ്റൻസ്, അതേപോലെ പ്ലാനറ്റ്സിലേക്കുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ നമ്മളുടെ സൂര്യൻ്റെ അല്ലെങ്കിൽ സണ്ണിൻ്റെ ഡയമീറ്റർ അളക്കണമെങ്കിൽ ഇതിനൊക്കെ നമ്മളെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫിസിക്സിലെ ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡിൻ്റെ പേര് എഴുതി വെക്കുക, പാരലാക്സ് മെത്തേഡ്. ആദ്യം നമുക്ക് എഴുതി വെക്കാം വാട്ട് ഈസ് പാരലാക്സ്. അത് മനസ്സിലാവണമെങ്കിൽ ആദ്യം ഇത് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതായത് ദൂരെയുള്ള രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ മൂണിനെ കാണുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു സൈഡിൽ നിന്ന് മൂണിനെ കാണുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് നടക്കുക. ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തേക്ക് നടക്കുമ്പോൾ നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെത്തുമ്പോൾ നമ്മുടെ കൂടെ ആരും അവിടേക്ക് എത്തിയിട്ടുണ്ടാവും, മൂണും അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ തല ഇങ്ങനെ ആട്ടിക്കളിക്കുകയാണെങ്കിൽ ദൂരെയുള്ള സ്റ്റാറുകളൊക്കെ ഇപ്പുറത്ത് നമ്മളെ ഭൂമിയിലുള്ള ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു ട്രീയോ ഒക്കെ ഒരു റെഫറൻസ് പോയിൻ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ ആ മൂണും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടുണ്ടാവും. നമ്മൾ കുട്ടിക്കാലത്ത് വിചാരിച്ചിട്ടുണ്ടാവുക നമ്മളെ കൂടെ അമ്പിളിമാമൻ നമ്മളെ കൂടെ വരികയാണെന്നാണ്, അല്ലേ? അമ്പിളിമാമന് നമ്മളെ കൂടെ വരാനുള്ള ടൈമാണോ? അങ്ങനെയാണ് എല്ലാവരുടെയും കൂടെ പോണ്ടി വരില്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഈ കൊല്ലം മുതൽ നിങ്ങൾക്ക് മനസ്സിലാവും പാരലാക്സ് കൊണ്ടാണ് മൂണ് നിങ്ങളെ കൂടെ വരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾക്കത് ടെസ്റ്റ് ചെയ്യാം. നിങ്ങളെ കയ്യിലുള്ള പേന ഇങ്ങനെ വെക്കുന്നു, ഒരു കണ്ണടയ്ക്കുന്നു, എന്നിട്ട് ഒരു കണ്ണ് നിങ്ങൾ അടച്ച കണ്ണ് തുറക്കുന്നതോടൊപ്പം ആ തുറന്ന കണ്ണ് അടയ്ക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പേന അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നു. ശരിക്കും പേന അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ടോ? ഇല്ല, മറിച്ച് നമ്മുടെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന ഒരു എഫക്റ്റ് നമ്മൾ ഉണ്ടാക്കുക ചെയ്യുന്നത്. അല്ലേ? ഈ കണ്ണ് തുറന്ന് വെച്ച് ഈ കണ്ണടയ്ക്കുമ്പോൾ നമ്മളുടെ വിഷൻ ഇവിടെയാണ്. എന്നാൽ ഇതടച്ച് ഇത് തുറക്കുമ്പോൾ നമ്മളുടെ കണ്ണ്, തുറന്ന കണ്ണ് അല്ലെങ്കിൽ അടഞ്ഞ കണ്ണിനെ നമ്മൾ ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തതുപോലെയാണ്.
അതുകൊണ്ട് എഴുതി വെക്കുക എന്താണ് പാരലാക്സ്. ദി അപ്പാരൻറ്റ് ഷിഫ്റ്റ് in the position of an object with respect to another when we move our eye sidewise. നമ്മുടെ കണ്ണിനെ ഒരു സൈഡിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഒരു ഒബ്ജക്റ്റിനെ അപേക്ഷിച്ച് മറ്റൊരു ഒബ്ജക്റ്റിന് വരുന്ന സൈഡിലേക്ക് വരുന്ന അപ്പാരൻ്റ് ഷിഫ്റ്റാണ്, അല്ലെങ്കിൽ അപ്പാരൻ്റ് ആയിട്ടുള്ള പൊസിഷനിലുള്ള മാറ്റം. എന്താണ് അപ്പാരൻ്റ് എന്ന് വെച്ചാൽ? ശരിക്കും സംഭവിക്കാത്ത എന്നാൽ നമുക്ക് തോന്നുന്ന, ഇതിനെയാണ് നമ്മൾ അപ്പാരൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ പാരലാക്സ് മെത്തേഡ് എന്ന് നോക്കാം. നോക്കൂ, ഭൂമിയിലുള്ള 2 പൊസിഷൻ ഞാൻ കാണിച്ചിരിക്കുന്നു. ദൂരെ നിങ്ങൾക്ക് ഞാൻ എസ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സ്റ്റാറിനെയും കാണാം. സ്റ്റാറിൽ നിന്നും ഭൂമിയുടെ എയിലേക്കോ അല്ലെങ്കിൽ ബിയിലേക്കോ ഉള്ള ഡിസ്റ്റൻസിനെ ഞാൻ ക്യാപിറ്റൽ ഡി എന്നെടുത്തിരിക്കുന്നു. ഭൂമിയിൽ നിന്ന് നമുക്ക് അളക്കാൻ പറ്റുന്ന എക്കും ബിക്കും ഇടയിലുള്ള ഡിസ്റ്റൻസിനെ ഞാൻ സ്മോൾ ഡി എന്ന് എഴുതിയിരിക്കുന്നു. ഇനി പാരലാക്സ് മെത്തേഡ് എന്നതിന് പേര് വരാനുള്ള കാരണം നോക്കൂ, എ എന്ന പോയിന്റിൽ നിന്നും ഞാൻ നേരെ നോക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കാണുന്നു ഒരു ഡിസ്റ്റൻറ്റ് സ്റ്റാർ. അതിനെ ഞാനിപ്പോൾ S' എന്ന് വിളിക്കുന്നു. ഡിസ്റ്റൻറ്റ് സ്റ്റാർ എന്നാൽ വിദൂര നക്ഷത്രം എന്നാണ്. അതായത് നമ്മൾ ഏത് സ്റ്റാറിൻ്റെ ആണോ അല്ലെങ്കിൽ ഏത് പ്ലാനറ്റിൻ്റെ അവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണോ അളക്കുന്നത് അതിനേക്കാൾ ഒരുപാട് ദൂരെയുള്ള ഒരു സ്റ്റാറിനെയാണ് നമ്മൾ ഇവിടെ S' എന്നുകൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നത്, അർത്ഥമാക്കിയിരിക്കുന്നത്. എ എന്ന പോയിന്റിൽ നിന്നും ഞാൻ എസ്സിലേക്ക് നോക്കുമ്പോൾ ആ സ്ട്രെയിറ്റ് ലൈനിൽ എൻ്റെ വിഷൻ ഉണ്ടാക്കുന്ന ലൈനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. തീർച്ചയായും എസ്സും S' തമ്മിലുണ്ടാക്കുന്ന ഈ ആംഗിൾ നോക്കൂ, ഇത് θ1 ആയിരിക്കും. ഇത് ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ബി എന്ന പോയിന്റിലേക്ക് നീങ്ങുന്നു. അപ്പോൾ തീർച്ചയായും ഞാൻ നേരത്തെ ബിൽഡിങ്ങിൻ്റെയും അതുപോലെ മൂണിൻ്റെയും കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നില്ലേ? നമ്മളൊരു ബിൽഡിങ്ങിന് വിത്ത് റെസ്പെക്ട് ടു എ ബിൽഡിംഗ് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തൂടെ മൂണും അപ്പുറത്തേക്ക് വരുന്ന പോലെ നമുക്ക് തോന്നാറില്ലേ? അതുപോലെ നമ്മൾ ഭൂമിയുടെ ഈ എ എന്ന പോയിന്റിൽ നിന്നും ബിയിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഡിസ്റ്റൻസ് സ്റ്റാർ നമ്മളുടെ കൂടെ വരുന്നു എന്ന് തോന്നും, ശരിക്കും നമ്മുടെ കൂടെ വരുന്നില്ല. അതാണ് ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇമാജിൻ ചെയ്യുന്നു, നമുക്ക് S' ഇതാ ഇവിടെയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് 2 S' എന്ന് പറയുന്നത് ഒറ്റ ഒന്നാണ്. നമ്മളുടെ റെഫറൻസ് പോയിൻ്റ് എസ് ആണ്. നമ്മൾ ഭൂമിയിൽ നിന്നും എ എന്ന പോയിന്റിൽ നിന്നും ബിയിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ S' മൂവ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുകയും ബി എന്ന പോയിന്റിൽ നിന്ന് നമ്മൾ S' നോക്കുമ്പോൾ ഉള്ള നമ്മുടെ വിഷൻ ഉണ്ടാക്കുന്ന ആ സ്ട്രെയിറ്റ് ലൈനാണ് നിങ്ങളിവിടെ കാണുന്നത്. തീർച്ചയായും എനിക്ക് ഈ ആംഗിളിന് θ2, ആ ആംഗിൾ എനിക്ക് ഭൂമിയിൽ നിന്നുകൊണ്ട് ബി എന്ന പോയിന്റിൽ നിന്നും മെഷർ ചെയ്യാം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ മാത്തമാറ്റിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 2 പാരലൽ വരകളെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിൾ തന്നെയായിരിക്കും ഈ ആംഗിൾ എന്ന്. ശരിയല്ലേ? സിമ്പിളായിട്ട് നമ്മൾ മാത്തമാറ്റിക്സ് പഠിച്ചതാണ്. അതുകൊണ്ട് ഈ വരയുടെ പാരലൽ വരയാണ് ഇതെന്ന് വിചാരിക്കൂ. തീർച്ചയായും θ1 ഈ ആംഗിൾ ആണെങ്കിൽ നമുക്ക് 2 പാരലൽ വരകളെ കട്ട് ചെയ്ത വരയായിട്ട് ഇതിനെ നമുക്ക് ഇമാജിൻ ചെയ്തൂടെ? തീർച്ചയായും ദിസ് ആംഗിൾ വിൽ ബിക്കം ഈക്വൽ ടു θ1. നൗ വാട്ട് അബൌട്ട് θ2 എന്ന ആംഗിളും അതുപോലെ ബാക്കി ഈ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിൽ നിന്നുകൊണ്ട് θ1ഉം θ2ഉം മെഷർ ചെയ്താൽ നമ്മൾ ഒരിക്കലും എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത എസ് എന്ന സ്റ്റാർ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ കിട്ടണമെങ്കിൽ നോക്കൂ, ഈ ആംഗിൾ എന്തായിരിക്കും? θ ആംഗിൾ ആണെങ്കിൽ അതെന്തായിരിക്കും? θ = θ1 + θ2. ബ്യൂട്ടിഫുൾ. ഒരിക്കലും നമുക്ക് എത്താൻ പറ്റാത്ത ദൂരത്തുള്ള സ്റ്റാറിൽ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കുന്നു. θ1 ഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മൾ മെഷർ ചെയ്ത θ1ഉം θ2 ഉപയോഗിച്ചിട്ട് നമ്മളത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് θ കിട്ടും. ക്ലിയർ? ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്നല്ലേ, നമ്മൾ ഒരു വലിയ ഒരു സർക്കിൾ ഇമാജിൻ ചെയ്യാമെന്ന് വിചാരിക്കൂ. ഈ സർക്കിൾ തീർച്ചയായും നിങ്ങൾക്കറിയാം വളരെ വലുതാണ്, അത് വളഞ്ഞിട്ട് തന്നെയാണ് അല്ലേ? എന്നാൽ നോക്കൂ, ഞാൻ ഒരു ചെറിയ ഭാഗം അവിടെ നിലനിർത്തിയിട്ട് ബാക്കിയെല്ലാം സർക്കിളിൻ്റെ ഭാഗങ്ങളെല്ലാം ഞാൻ മായ്ച്ച് കളയുന്നത് നിങ്ങൾ കണ്ടു. നോക്കൂ, ഞാൻ അങ്ങനെ എന്ത് ചെയ്യാൻ പോവാണ് നോക്കൂ. വളരെ ചെറിയ ഒരു ഭാഗം, ഇത് സർക്കിളിൻ്റെ ആ വലിയ സർക്കിളിൻ്റെ ചെറിയ ഒരു ഭാഗമാണെന്ന് നിങ്ങൾക്ക് കാണാം അല്ലേ? ഇനി നോക്കാം, നമുക്കത് വളഞ്ഞിട്ടുണ്ടോ നോക്കാം. നോക്കൂ, ഈ സ്കെയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ?
ഈ സർക്കിളിൻ്റെ ആർക്കായി വളഞ്ഞിട്ടുണ്ടായിരുന്നത് വലിയ സർക്കിൾ ആയതുകൊണ്ട് അതിൻ്റെ 2 ചെറിയ പോയിൻറ്റുകൾക്കിടയിലുള്ള ഭാഗം നിർത്തി ബാക്കിയെല്ലാം മായ്ച്ച് കളഞ്ഞപ്പോൾ ഇത് ഒരു സ്ട്രെയിറ്റ് ലൈനായി മാറി. എന്ന് വെച്ചാൽ നോക്കൂ, ഭൂമിയുടെ എ എന്ന പോയിൻറ്റും ബി എന്ന പോയിൻറ്റിനും ഇടയിൽ നമ്മളിപ്പോൾ കാണുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഞാൻ വരച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഡി എന്ന ഈ ദൂരം, എസ് നിന്ന് എയിലേക്കുള്ള ദൂരമായ ഡി അല്ലേ, അത്രയും വലുതാണ്, നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും വലിയ ഡി എടുത്ത് ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ആ വലിയ സർക്കിളിൻ്റെ ചെറിയ ഒരു ഭാഗമായിരിക്കും എയും ബിയും. തീർച്ചയായും ഞാൻ ഈ സർക്കിളിൻ്റെ ഭാഗം ഇങ്ങോട്ട് മാറ്റി വരച്ച് കഴിഞ്ഞാൽ ശരിക്കും വലിയ ഒരു സർക്കിളിൻ്റെ ചെറിയ ഒരു ഭാഗമായതുകൊണ്ട് നമുക്കിത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തോന്നുന്നു. എന്നുവെച്ചാൽ എക്കും ബിക്കും ഇടയിലുള്ള ഈ ഭാഗമാണ് ആർക്ക്. ശരിക്കും അത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, പക്ഷേ അത് വലിയ ഒരു സർക്കിളിൻ്റെ ഭാഗമാവുമ്പോഴാണ് അത് സ്ട്രെയിറ്റ് ലൈൻ ആവുന്നത്. തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാം, ഡി എന്ന റേഡിയസ് ഉള്ള ഒരു വലിയ സർക്കിളിൻ്റെ ഭാഗമായിട്ട് നമുക്കിതെടുക്കാം. എന്തൊക്കെ എടുക്കാം? ഡി എന്നാൽ ആർക്ക്, ക്യാപിറ്റൽ ഡി എന്നാൽ സ്മോൾ ഡി എന്നാൽ ആർക്കാണ്, ക്യാപിറ്റൽ ഡി എന്നാൽ റേഡിയസ് ആണ്, ഈ ആംഗിൾ തീറ്റയാണ്. നമ്മളുടെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആംഗിളും അതേപോലെ പ്ലെയിൻ ആംഗിളിൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? ആർക്ക് ബൈ റേഡിയസ് ആണ്. തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ്. അതായത് ഈ ഒരു സർക്കിളിൽ നിന്ന് നമുക്ക് ആർക്ക് ബൈ റേഡിയസ് തീറ്റ ഇസ് ഈക്വൽ ടു ആർക്കിന് പകരം സ്മോൾ ഡി എടുക്കാം, റേഡിയസിന് പകരം ക്യാപിറ്റൽ ഡി എടുക്കാം. ഈ ഇക്വേഷൻ സൂക്ഷിച്ച് നോക്കൂ. തീറ്റ നമുക്ക് ഭൂമിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. തീറ്റ 1ഉം തീറ്റ 2ഉം കണ്ടിട്ട് അത് കൂട്ടിയാൽ മതി. അതേപോലെ ഭൂമിയിൽ നിന്നും എ എന്ന പോയിന്റിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരമാണ് ഡി, സ്മോൾ ഡി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ക്യാപിറ്റൽ ഡി? ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു എ സ്റ്റാർ. ഡി ഈസ് ഈക്വൽ ടു, ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാം, തീറ്റ പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഡി ബൈ തീറ്റ. ഇത് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഇത് ഡിറൈവ് ചെയ്യാൻ. ഓക്കെ, ബൈ നോയിങ് സ്മോൾ ഡി ആൻഡ് തീറ്റ വി ക്യാൻ കാൽക്കുലേറ്റ് ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു എ സ്റ്റാർ. ഇതേ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് വളരെ ദൂരെയുള്ള ഒരു പ്ലാനറ്റിൻ്റെയോ അല്ല സ്റ്റാറിൻ്റെയോ ഡയമീറ്റർ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നിർത്തിക്കൊണ്ട് തന്നെ ഞാനിവിടെ ഒരു ഡയഗ്രാം വരയ്ക്കാം, നിങ്ങളത് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം. ആ സമയത്ത് ഭൂമിയിൽ നിന്നും നമ്മൾ ഒരു പോയിൻറ്റിലാണ്, ഇവിടെ നമ്മൾ ഭൂമിയിൽ 2 പോയിൻ്റ് എടുത്തതിന് പകരം നമ്മൾ ഭൂമിയിൽ നിന്നും ഒരു പോയിൻ്റ് എടുക്കുന്നു. ആ പോയിൻറ്റിനെ ഞാൻ എ എന്ന് വിളിക്കുന്നു. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ദൂരെയുള്ള ഒരു പ്ലാനറ്റിൻ്റെ ഡയമീറ്ററാണ്. അതായത് എ എന്ന പോയിൻറ്റിൽ നിന്നും നമുക്ക് ബി സിയും അതിൻ്റെ ഇടയിലുള്ള ഈ ഡിസ്റ്റൻസാണ് നമുക്ക് കാണേണ്ടത്. അതിന് നമുക്ക് എന്തൊക്കെ അറിയണം നോക്കൂ. സിയിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ് അറിയണം, അല്ലെങ്കിൽ ബിയിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ് അറിയണം. അത് നമുക്ക് ക്യാപിറ്റൽ ഡി എന്ന് വിളിക്കാം. ഇവിടെ ബിയിൽ നിന്ന് സിയിലേക്കുള്ള അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്ക് ഭൂമിയിൽ നിന്നും കണ്ടുപിടിക്കുന്നു. ഭൂമിയിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ തീറ്റ. ഇവിടെ ഒരു വ്യത്യാസമില്ല, നമുക്ക് കണ്ടുപിടിക്കുന്നത് സ്മോൾ ഡി ആണ്. ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഈ ഇക്വേഷനിൽ തന്നെ, അതായത് ആർക്ക് ബൈ റേഡിയസ് തീറ്റ ഇസ് ഈക്വൽ ടു ആർക്കിന് പകരം ഡി ബൈ റേഡിയസ്. വ്യത്യാസമൊന്നുമില്ല, നോക്കൂ, തൊട്ട് മുമ്പ് നമ്മൾ എഴുതി തന്നെ. നമുക്ക് ഡി കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഡി ഇസ് ഈക്വൽ ടു ഈ ഡി എ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി, ക്യാപിറ്റൽ ഡി എ. അപ്പോൾ നമുക്ക് തീറ്റ ഇൻറ്റു ക്യാപിറ്റൽ ഡി. ഓക്കെ, അപ്പോൾ 2 യൂസാണ് പാരലാക്സ് മെത്തേഡിനുള്ളത്. ഒന്ന്, ഭൂമിയിൽ നിന്നും ദൂരെയുള്ള ഒരു പ്ലാനറ്റിലേക്കോ അല്ലെങ്കിൽ സ്റ്റാറിലേക്കോ ഉള്ള ഡിസ്റ്റൻസ്. അതേപോലെ ഭൂമിയിൽ നിന്നും ദൂരെയുള്ള ഒരു സ്റ്റാറിൻ്റെയോ അല്ലെങ്കിൽ പ്ലാനറ്റിൻ്റെയോ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ. എക്സാമുകൾക്ക് ഈ ഭാഗത്തുനിന്ന് ഡെറിവേഷൻ മാത്രമല്ല ചോദിക്കാം, ന്യൂമറിക്കൽ പ്രോബ്ലവും ചോദിക്കാറുണ്ട്. അങ്ങനെ ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യുമ്പോൾ അധിക കുട്ടികളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? തന്നിരിക്കുന്ന ഡാറ്റയിൽ ആംഗിൾസ് തന്നിട്ടുണ്ടാവുക റേഡിയനിലല്ല. എന്താണ് റേഡിയൻ? ആംഗിളിൻ്റെ SI യൂണിറ്റാണ് റേഡിയൻ, ശരിയല്ലേ? എന്നാൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക ഡിഗ്രിയിലായിരിക്കും, അല്ലെങ്കിൽ മിനിറ്റിലായിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡിലായിരിക്കും. ആ സമയത്ത് നമുക്ക് കുട്ടികൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഏത് ആംഗിളിൽ കിട്ടിയാലും നമുക്കതിനെ റേഡിയനിലേക്ക് ആക്കേണ്ടി വരും. അത് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്.
എങ്ങനെയാണ് ഡിഗ്രിയെ റേഡിയനിലേക്കാക്കുക, എങ്ങനെയാണ് മിനിറ്റിനെ റേഡിയനിലേക്കാക്കുക, അതുപോലെ എങ്ങനെയാണ് സെക്കൻഡിനെ റേഡിയനിലേക്കാക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനൊരു എക്സസൈസ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, പാരലാക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ഭൂമിയിൽ നിന്നും ഒരു പ്ലാനറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് അളക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഭൂമിയുടെ ഒരുപാട് ദൂരെയുള്ള സണ്ണിൻ്റെയോ അല്ലെങ്കിൽ മൂണിൻ്റെയോ ഒക്കെ ഡയമീറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളതിനെക്കുറിച്ച് പ്രോബ്ലംസ് ചെയ്യാം. ആദ്യം എഴുതിയെടുക്കുക, കൺവേർട്ട് 1 ഡിഗ്രി ഇൻറ്റു റേഡിയൻ. അടുത്ത ചോദ്യമാണ് കൺവേർട്ട് 1 മിനിറ്റ് ഇൻറ്റു റേഡിയൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൺവേർട്ട് 1 സെക്കൻഡ് ഇൻറ്റു റേഡിയൻ. പേടിക്കേണ്ട, 1 ഡിഗ്രി നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. എന്നാൽ ഈ 1 ഇട്ടിട്ട് മുകളിൽ ഒരു മാന്തൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വായിക്കേണ്ടത് 1 മിനിറ്റ് എന്നാണ്. അതേപോലെ ഒരു 1 ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ 2 മാന്തൽ കണ്ടു കഴിഞ്ഞാൽ, മാന്തൽ എന്നൊന്നല്ല, അത് ഞാനൊരു തമാശയിൽ പറയുന്നതാണ്, 1 സെക്കൻഡ് എന്നാണ് നിങ്ങളിങ്ങനെ 1⁻²2 വരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് 1 ഡിഗ്രിയാണ്, ഇത് 1 മിനിറ്റാണ്, ഇത് 1 സെക്കൻഡാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു കുറച്ച് ഹിൻറ്റ് ഞാൻ തരാം. 180 ഡിഗ്രി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 180 ഡിഗ്രി എന്നാൽ അത് പൈ റേഡിയനാണ്. ഓക്കെ, അതേപോലെ 1 ഡിഗ്രി എന്നാൽ 60 മിനിറ്റാണ്. ഓക്കെ, അതേപോലെ 1 മിനിറ്റ് എന്നാൽ 60 സെക്കൻഡാണ്. ഈ ഒരു ഹിൻറ്റ് നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 3 എണ്ണത്തിൻ്റെ ആൻസർ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എന്തൊക്കെയാണ്? 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ റേഡിയൻ, അതേപോലെ 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്, അതേപോലെ 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്. ചില കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ ചില ഡൗട്ടുകൾ മനസ്സിൽ വന്നിട്ടുണ്ടാകും. അത് തീർച്ചയായും അതിങ്ങനെയാണ്, സാർ അപ്പോൾ π/2 റേഡിയൻ എന്നാൽ എന്താണ്? π/2 റേഡിയൻ എന്നാൽ എന്താണ്? അത് 90 ഡിഗ്രിയാണ്. ഇപ്പോൾ ചിലർക്കെങ്കിലും അങ്ങനെ ഒരു ചെറിയ കണക്ഷൻ കിട്ടിത്തുടങ്ങിയിട്ടുണ്ടാവും. അതായത് 4 ക്വാഡ്രൻറ്റിൽ 0 എന്ന് ഇവിടെ എത്തുമ്പോഴാണ് 90 ഡിഗ്രി, ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തുമ്പോഴാണ് 180 ഡിഗ്രി, ഇവിടെ എത്തുമ്പോൾ 270 ഡിഗ്രി, ഇവിടെ എത്തുമ്പോൾ 360 ഡിഗ്രി. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് കണക്ഷൻ കിട്ടാൻ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ വന്നിട്ട് 360 വരുമ്പോൾ 360 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര ആയിരിക്കും? ഇവിടെ നിന്ന് ഇവിടം വരെ പൈ, നോക്കൂ 180 എന്ന് പറഞ്ഞാൽ പൈ ആണ്, ഇവിടെ നിന്ന് ഇവിടം വരെ പൈ പ്ലസ് പൈ 2 പൈ. എന്നാൽ കേട്ടോളൂ, ഇതുമൊക്കെ ഒരു കാര്യം തന്നെയല്ലേ നമ്മളോട് പറയുന്നത്. ഈ 2നെ എങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കൂ, 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ റേഡിയൻ. ഇനി ഈ 2നെ എങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കൂ, 360/2 എത്രയാ? 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ റേഡിയൻ. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊന്ന് കണക്റ്റ് ചെയ്യുക, ആരും പേടിക്കരുത്. വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കീഴടക്കണം. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കിയാലോ? എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബോർഡിൽ തന്നെ ഈ 3 കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാൻ ഈ ബോർഡിനെ 3ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 ഡിഗ്രി എന്നാൽ എത്ര റേഡിയൻ ആണെന്ന് കാണാൻ പോകണം. ഓക്കെ, അതിനുള്ള ഹിൻ്റ് എന്താണ്? 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ റേഡിയൻ ആണ്. ഓക്കെ, 180 ഡിഗ്രി എനിക്ക് 180 × 1 ഡിഗ്രി എന്ന് എഴുതിക്കൂടെ? അപ്പോൾ അത്രയും പൈ റേഡിയൻ. ലെഫ്റ്റ് സൈഡിൽ ഡിഗ്രിയാണ്, റൈറ്റ് സൈഡിൽ റേഡിയൻ ആണ് കേട്ടോ. അപ്പോൾ 1 ഡിഗ്രി കണ്ടുപിടിക്കണമെങ്കിൽ ഈ 180നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ. അപ്പോൾ π/180 റാഡ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. എവിടെയെങ്കിലും നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് ഈ 1 ഡിഗ്രി എന്നാൽ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ള വാല്യൂ നോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ശ്രദ്ധിക്കുക. 1 ഡിഗ്രി എന്നാൽ π/180 റാഡാണ്. ഇനി നമുക്ക് പൈക്ക് വാല്യൂ കൊടുക്കാം അല്ലേ. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ എത്രയാണ്? 3.14/180 റാഡ്. ഓക്കെ, അപ്പോൾ 1 ഡിഗ്രി നമുക്ക് എത്ര കിട്ടും? 3.14/180 എന്നാൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾ കിട്ടുന്നത് 0.0174 റാഡ് എന്നായിരിക്കും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് വൃത്തിയാക്കി എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഈ 1.74 അതായത് 2 സ്ഥാനം മാറ്റി പോയിൻ്റ് ഇടുന്നു. അങ്ങനെയാണെങ്കിൽ മാറ്റം വരാതിരിക്കണമെങ്കിൽ 10⁻² കൊടുക്കണം, അല്ലെങ്കിൽ 10⁻² കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നാൽ അതിൻ്റെ അർത്ഥം 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ്. ഒന്ന്
പോസ് ചെയ്തതിന് ശേഷം ഞാൻ എന്താ പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ. അതായത് 0.0174നെ 1.74 ഇൻറ്റു 10⁻² എന്നെഴുതാം, അത്രയും റാഡ്. അപ്പോൾ ഇതെന്തിനാണ് നമ്മളിത് കണ്ടത്? നിങ്ങൾക്ക് ഒരു 32 ഡിഗ്രി കിട്ടിയെന്ന് വിചാരിക്കുക. അതിനെ SI യൂണിറ്റിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ ഈ 32 ഡിഗ്രിയെ മനസ്സിലാക്കേണ്ടത് 32 ഇൻറ്റു 1 ഡിഗ്രി എന്നാണ്. 1 ഡിഗ്രി ഉള്ളിടത്ത് നിങ്ങൾ 1.74 ഇൻറ്റു 10⁻² കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായി മാറും? ഇത് റേഡിയനിലേക്കായി മാറും. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ 1 മിനിറ്റ് എന്നാൽ ഡാഷ് റേഡിയൻ. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? 1 ഡിഗ്രി എന്നാൽ 1.74 ഇൻറ്റു 10⁻² റേഡിയൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 മിനിറ്റ് എന്നാൽ എത്ര റേഡിയൻ എന്നാണ്. അതിന് വേണ്ട ഹിൻറ്റ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നു അത്? 1 ഡിഗ്രി എന്നാൽ 60 മിനിറ്റാണ്. അപ്പോൾ എനിക്ക് ഈ ഇക്വേഷനെ തിരിച്ച് നിർത്താം. 60 മിനിറ്റ് എന്നാൽ 1 ഡിഗ്രി ആണെന്ന്, രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ 60 മിനിറ്റിന് എനിക്ക് 60 ഇൻറ്റു 1 മിനിറ്റ് എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് എത്ര ആയിരിക്കും? 1 ഡിഗ്രി. ഈ 60 അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു, അപ്പോൾ ഡിവൈഡഡ് ബൈ 60. അപ്പോൾ 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിഗ്രി നമ്മളിവിടെ ഓൾറെഡി റേഡിയനിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റേഡിയനിൽ 1.74 ഇൻറ്റു 10⁻² ബൈ 60 ഇത്രയും റേഡിയൻ എന്ന് കിട്ടും. ഇനി ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിട്ടും 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 0.029 ഇൻറ്റു ഇത് 1.74 ബൈ 60 ആണ് നമുക്കിത് കിട്ടുന്നത്. ഓൾറെഡി 10⁻² ഇവിടെയുണ്ട്, അത്രയും റേഡാണ്. ഓക്കെ, അപ്പോൾ 0.029 നമുക്ക് വൃത്തിയാക്കി എഴുതാം. 2.9 ഇൻറ്റു അതിൽ മാറ്റം വരാതിരിക്കണമെങ്കിൽ 10⁻² ഇട്ട് കൊടുക്കണം. ഓൾറെഡി ഇവിടെ ഒരു 10⁻² ഉണ്ട്, അത്രയും റേഡിയൻ. വാട്ട് ഈസ് 10⁻² ഇൻറ്റു 10⁻²? 10⁻⁴. അപ്പോൾ നമുക്ക് കിട്ടും 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 2.9 ഇൻറ്റു 10⁻⁴ റേഡിയൻ. ഓക്കെ, അപ്പോൾ 1 മിനിറ്റ് എന്നാൽ എത്രയാണ്? 2.9 ഇൻറ്റു 10⁻⁴ റേഡിയൻ ആണ്. ഓക്കെ, എവിടെയെങ്കിലും ഇപ്പോൾ ഒരു 38 മിനിറ്റ് എന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അതിനെ എങ്ങനെയാണ് അതിനെ റേഡിയനിലേക്ക് മാറ്റേണ്ടത്? 38നെ 2.9 ഇൻറ്റു 10⁻⁴ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 30 മിനിറ്റിനെ റേഡിയനിലേക്കാക്കിയ വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് ഫൈനൽ എന്താണ്? 1 സെക്കൻഡിന് എത്ര റാഡാണെന്ന് നോക്കാം. അതിനുള്ള ഹിൻ്റ് എന്തായിരുന്നു? 1 മിനിറ്റ് എന്നാൽ 60 സെക്കൻഡാണ്. അതിനെ തിരിച്ചു നിർത്താം. 60 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 1 മിനിറ്റ്. വീണ്ടും 60 സെക്കൻഡിനെ നമുക്ക് എഴുതാം 60 ഇൻറ്റു 1 സെക്കൻഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 സെക്കൻഡ് എത്രയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 60 അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. സൂക്ഷിച്ച് നോക്കൂ. 1 മിനിറ്റിനെ നമ്മൾ ഓൾറെഡി റേഡിയനിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. 2. അപ്പോൾ 1 മിനിറ്റിന് പകരം നമുക്ക് കൊടുക്കാം 2.9 ഇൻറ്റു 10⁻⁴ ബൈ 60, അത്രയും റാഡ് എന്നായി മാറി. 2.9 ബൈ 60 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് കിട്ടും 1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു ഇത് ചെയ്താൽ 0.0483 ഇൻറ്റു 10⁻⁴ റാഡ് എന്ന് കിട്ടും. അപ്പോൾ 1 സെക്കൻഡിന് ഇതിനെ നമുക്ക് എഴുതാം 4.83 ഇൻറ്റു 10⁻². ഓൾറെഡി അവിടെയുള്ള 10⁻⁴. അത്രയും റാഡാണ്. The final answer is 1 second is equal to 4.83 into 10⁻² into 10⁻⁴ എന്താണ്? 10⁻�6 ആണ്. 10⁻�6 റേഡിയൻ. അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? 1 second is equal to 4.83 into 10⁻�6 റേഡിയൻ. ഇതെന്തിനാണ് ഇത്രയും വാല്യൂസ് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പം വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം 2018 ഇംപ്രൂവ്മെൻറ്റ് ബോർഡ് എക്സാമിന് ചോദിച്ച ഈ ചോദ്യം എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻ സൂക്ഷിച്ച് വായിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജൂപ്പിറ്ററിൻ്റെ ഡയമീറ്ററാണ്. പക്ഷേ വേറെ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്
ജൂപ്പിറ്ററിൻ്റെ അടുത്തേക്ക് ഭൂമിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. പക്ഷേ അത് തന്നിട്ടുള്ളത് നോക്കൂ, മില്യൺ കിലോമീറ്ററിലാണ്. അപ്പോൾ നമുക്കതിനെ മീറ്ററിലേക്ക് മാറ്റണം. അതേപോലെ ജൂപ്പിറ്ററിൻ്റെ ആംഗുലാർ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അത് തന്നിട്ടുള്ളത് സെക്കൻഡ്സിലാണ്. നമുക്കതിനെ റേഡിയനിലേക്ക് മാറ്റണം. ഭൂമിയിൽ നിന്നും ജൂപ്പിറ്ററിലേക്കുള്ള ആ ഡിസ്റ്റൻസിനെ നമുക്ക് SI യൂണിറ്റിലേക്ക് മാറ്റി വയ്ക്കാം. മില്യൺ എന്നാൽ എഴുതി വെക്കൂ 10⁶ ആണ്. അതുപോലെ കിലോ എന്നാൽ 10�3 ആണ്. ഇത് നമ്മൾ വഴിയെ പറയാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് ഓർത്ത് വെക്കുക. മില്യൺ എന്നാൽ 10�6, കിലോ എന്നാൽ 10�3. അപ്പോൾ നമുക്ക് ഭൂമിയിൽ നിന്നും ജൂപ്പിറ്ററിലേക്കുള്ള ഡിസ്റ്റൻസിനെ മീറ്ററിലേക്ക് മാറ്റി എഴുതി വെക്കാം. 824.7 × 10⁹ മീറ്റർ. ഇനി കുട്ടിയെ കൺഫ്യൂഷൻ ഉള്ളത് എന്താണ് ആംഗുലാർ ഡയമീറ്റർ? അപ്പോൾ ഓൾറെഡി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് ജൂപ്പിറ്റർ ആണെന്ന് കരുതൂ, അതുപോലെ ഇത് ഭൂമിയിലെ ഒരു പോയിൻ്റ് ആണെന്ന് കരുതൂ. അപ്പോൾ ബിയും സിയും ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്മോൾ d എന്ന് വിളിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതും അത് തന്നെയാണ്. അപ്പോൾ ബിയിൽ നിന്നും ഞാൻ എയിലേക്കൊരു വര വരച്ചു, അതുപോലെ സിയിൽ നിന്നും എയിലേക്കൊരു വര വരച്ചു. അതായത് ഡയമീറ്റർ ഇപ്പോൾ എ എന്ന പോയിന്റിൽ ഉണ്ടാക്കിയ ആംഗിൾ, ഇതിനെയാണ് നമ്മൾ ആംഗുലാർ ഡയമീറ്റർ എന്ന് വിളിക്കുക. അപ്പോൾ ഡയമീറ്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗുലാർ ഡയമീറ്റർ. അതാണ് ഈ തീറ്റ. എന്നാൽ സിയിൽ നിന്നും എയിലേക്കുള്ള ബിയിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് D. അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കൂ. ഈ തീറ്റ നമുക്ക് തന്നിട്ടുള്ളത് SI യൂണിറ്റിലല്ല. അപ്പോൾ നമ്മളെങ്ങനെ മാറ്റാൻ നോക്കൂ. 35.72 സെക്കൻഡിനെ എനിക്ക് എഴുതാം 35.72 × 1 സെക്കൻഡ്. 0.72 × 1 സെക്കൻഡിനെ നമുക്ക് റേഡിയനിലേക്ക് മാറ്റിയാൽ കിട്ടുന്നത് എന്തായിരിക്കും? നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. അതെന്തായിരിക്കും? അത് 4.83 × 10⁻⁻6 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡിൽ തന്നിട്ടുള്ള ആംഗിളിനെ നമ്മൾ റേഡിയനിലേക്ക് മാറ്റി, അല്ലെങ്കിൽ SI യൂണിറ്റിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഒന്നും നോക്കാനില്ല. D = θ × D. ക്യാപിറ്റൽ D ആണ് അല്ലേ? സ്മോൾ d = θ × ക്യാപിറ്റൽ D. ഈ തീറ്റയ്ക്കും ക്യാപിറ്റൽ Dക്കും വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും D = 35.72 × 4.83 × 10⁻⁻6. അതായത് ഈ വാല്യൂ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. D ക്യാപിറ്റൽ Dക്കുള്ള വാല്യൂയും കൊടുത്തു. നമ്പർ മാത്രം മാറ്റി എഴുതി. × 10⁻⁻6 × 10⁻9 10�3 ആണ്. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇത്രയാണ് കിട്ടുക. × 10⁻3 അവിടെ ഉണ്ടാകും. ഇത് ഒന്നുകൂടി മാറ്റം വരുത്തി പോയിന്റുകൾ മാറ്റി കുത്തിട്ട് കഴിഞ്ഞാൽ D = 1.42 × 10⁸ മീറ്റർ. ദിസ് ഈസ് ദ ഡയമീറ്റർ ഓഫ് പ്ലാനറ്റ് ജൂപ്പിറ്റർ. ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോംവർക്കാണ്. എഴുതിയെടുത്തോളൂ. വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. നന്നായിട്ട് വായിച്ചതിന് ശേഷം സ്വയം ഒന്ന് ശ്രമിക്കുക. ഈ പ്രോബ്ലം ചെയ്യാനുള്ള ഹിൻഡ് വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യാപിറ്റൽ D ആണ്. ദാറ്റ് ഈസ് സ്മോൾ d / θ. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തന്നിട്ടുള്ള ആംഗിൾ അത് 1°54' എന്നാണ്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നെങ്കിൽ എല്ലാത്തിനെയും ഡിഗ്രിയിലേക്ക് മാറ്റാൻ നോക്കുക, അല്ലെങ്കിൽ എല്ലാത്തിനെയും മിനിറ്റിലേക്ക് മാറ്റാൻ നോക്കുക. നോക്കൂ, 1 ഡിഗ്രി എന്നാൽ 60 മിനിറ്റ് ആണ് നമുക്കറിയാം. അപ്പോൾ 1 ഡിഗ്രിക്ക് പകരം 60 മിനിറ്റ് എന്ന് എഴുതുന്നു. അതേപോലെ 54 മിനിറ്റ് ഇങ്ങനെയും എഴുതുന്നു. അപ്പോൾ ചില കുട്ടികൾ ഇവിടെ ഇൻറ്റു അല്ല സാറേ, പിന്നെ എന്തിനാണ് അവിടെ പ്ലസ് ഇട്ടത് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പോൾ ടോട്ടൽ എത്ര മിനിറ്റാണ്? 1 ഡിഗ്രി എന്ന 60 മിനിറ്റും പിന്നെ 54 മിനിറ്റും. അപ്പോൾ നമ്മൾ കൂട്ടുക ചെയ്യണം. എത്ര കിട്ടുക? 114 മിനിറ്റ് എന്ന് കിട്ടും. ഇനി നമുക്ക് ഈസി അല്ലേ? 114 മിനിറ്റിനെ നമുക്ക് എഴുതാം 114 × 1 മിനിറ്റ് എന്ന്. ഇനി 1 മിനിറ്റിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? റേഡിയനിലേക്ക് മാറ്റുമ്പോഴുള്ള ആ ഒരു തൊട്ടുമുമ്പ് നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്കിതിനെ എന്തിലേക്ക് മാറ്റാം? നിങ്ങൾക്കിതിനെ റേഡിയനിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിനകത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 3.85 × 10⁸ മീറ്റർ എന്നാണോ എന്ന് ചെക്ക് ചെയ്യൂ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമുക്കിവിടെ നിർത്താം. നന്നായിട്ട് ഹോംവർക്കൊക്കെ ചെയ്യണേ.
അടുത്ത വീഡിയോയിൽ ഈ ചാപ്റ്ററിലെ പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.